വെൽക്കം എവറി വൺ. ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നെറ്റ്വർക്ക് തിയറിയുടെ സെപ്റ്റംബർ 2020 നടന്ന എക്സാമിനേഷൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സെപ്റ്റംബർ 2020 എക്സാമിനേഷൻ നടക്കുന്നത് നവംബറിലാണ്. സോ സെപ്റ്റംബർ 2020 നെറ്റ്വർക്ക് തിയറി, അതായത് ഇത് സപ്ലിമെൻ്ററി ബാച്ചിന് നടന്നതാണ്. സപ്ലിമെൻ്ററി എക്സാമിനേഷൻ ആയിരുന്നു ഇത്. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ സെഷനിൽ ഞാൻ ഇത് ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ തിയറിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത് ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഈ ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെയാണ്. ഇതിന് മുമ്പിലുള്ള പാർട്ടിൽ എക്സ്പ്ലെയിൻ ഫൈനൽ വാല്യൂ തിയറം എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ആൻസർ കീ ചെക്ക് ചെയ്യുമ്പം ഈ പ്രോബ്ലത്തിന്, അതായത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾ കാണുന്നതിനകത്ത് ആൻസർ കീക്കകത്ത് 3 മാർക്കാണ് ഈ ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ ഭാഗത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫൈനൽ വാല്യൂ ചെക്ക് ചെയ്യാം. ലിമിറ്റ് t ടെൻഡ് ഇൻറ്റു ഇൻഫിനിറ്റി എഫ് ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് എസ് ടെൻഡ് ഇൻറ്റു 0 എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. ഫൈനൽ വാല്യൂ എന്ന് പറയുന്ന ടൈമിലുള്ള വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. ടൈമിൽ ഇൻഫിനിറ്റ് ആകുമ്പം ഉണ്ടാകുന്ന വാല്യൂ ആണ് ചെക്ക് ചെയ്യുന്നത്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. ലിമിറ്റ് എസ് ടെൻഡ് ഇൻറ്റു 0 എസ് ഇൻറ്റു എഫ് ഓഫ് എസ്. സോ ഈ ഫംഗ്ഷനിൽ എസ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ആണ്. സോ 2 മൈനസ് എസ് ബൈ എസ് പ്ലസ് 3. ലിമിറ്റ് ഇനി അപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 മൈനസ് 0/3, ദാറ്റ് ഈസ് 2 ആയിട്ട് വന്നു. റൈറ്റ്, ഇത്രയും വർക്കൗട്ട് ചെയ്യുന്നതിന് 3 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ കൂടെ കറൻറ്റിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളതാണിത്. ഡയറക്റ്റ്ലി ലൂപ്പിക്കേഷൻ ഒന്ന് എഴുതിയാൽ മതി. ക്രിർച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്ത് ലൂപ്പിക്കേഷൻ എഴുതിയാൽ മതി. 5 ഈക്വൽ ടു 2 ഇൻറ്റു ഐ, റൈറ്റ്, കറൻറ്റ് ഇൻറ്റു റെസിസ്റ്റൻസ്. നെക്സ്റ്റ് വോൾട്ടേജ് സോഴ്സ് വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പൊളാരിറ്റി ഒന്ന് മാർക്ക് ചെയ്യാം. സോ ഇവിടെ പ്ലസ് നെഗറ്റീവായിട്ടാണ് വരുന്നത്, ഇതിന് ഓപ്പോസിറ്റായിട്ടാണ് ഉള്ളത്. സോ -2i പ്ലസ് ഐ ആയിട്ട് വരും. ഐ ഇൻറ്റു 1, ദാറ്റ് മീൻസ് ഐ ഈക്വൽ ടു 5 ആയിട്ട് വന്നു. റൈറ്റ്, ഐ ഈക്വൽ ടു 5 എന്ന് പറയുമ്പം വോൾട്ടേജ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. സോ വാല്യൂ ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് 2i ആണ്. 2i ഈക്വൽ ടു 5 ഇൻറ്റു 2, ദാറ്റ് ഈസ് 10 വോൾട്ട്. റൈറ്റ്, 10 വോൾട്ടാണ് ആൻസർ. സോ ഈ 2-3 സ്റ്റെപ്പുകളിലാണ് നിങ്ങൾക്ക് 5 മാർക്ക് സിംപിളി തന്നെ നിങ്ങൾക്ക് അത് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ പവർ ലോസ് ഇൻ 1 ohm റെസിസ്റ്റർ ബൈ തെവനിൻസ് തിയറം ആണ്. ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് തവണ ചോദിച്ചത്. സോ പവർ ലോസ് ഇൻ 1 ohm റെസിസ്റ്റർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ സർക്യൂട്ട് ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. 2 ആംപിയർ ഇവിടെ ഉണ്ടായിരുന്നു. ബാലൻസ് ഉള്ള എലമെൻറ്റ്സ് എല്ലാം അതുപോലെ പ്ലേസ് ചെയ്യുന്നു. 10 ohm വന്നു ഇവിടെ. നെക്സ്റ്റ് ഒരു 10 വോൾട്ട് ഉണ്ട്. നെക്സ്റ്റ് ഒരു 5 ohm ഉണ്ട്. റൈറ്റ്, ഈ 5 ohm ഉള്ളതിൽ 5 ohമിന് അക്രോസ് വരുന്ന വോൾട്ടേജാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് തെവനിൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. സോ ഞാൻ ഈ വോൾട്ടേജാണ് തെവനിൻ വോൾട്ടേജ്. ഈ പോയിന്റിൽ, അതായത് ഈ വോൾട്ടേജാണ് തെവനിൻ വോൾട്ടേജ്. ഈ പോയിന്റ് തന്നെയാണ് ഈ പോയിന്റ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോഡിക്കേഷൻ എഴുതുകയാണ്. വി തെവനിൻ, റൈറ്റ്, വി തെവനിൻ. ഞാൻ ആദ്യം ഫസ്റ്റ് വി തെവനിൻ എഴുതിയതുകൊണ്ട് ഈ ബ്രാഞ്ച് എടുക്കുകയാണ്. വി തെവനിൻ നോഡിൽ നിന്ന് എല്ലാം ലീവ് ചെയ്ത് പോകണം. അപ്പം സോ വി തെവനിൻ -10, റൈറ്റ്, ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 10 പ്ലസ് നെക്സ്റ്റ് വി തെവനിൻ ബൈ 5, റൈറ്റ്, അടുത്ത ബ്രാഞ്ച് എടുത്തു. ഇനി 2 ആംപിയർ കറണ്ട് ഇതിനകത്തോട്ട് എൻട്രി ചെയ്യാണ്. സോ അതുകൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ, അല്ലെങ്കിൽ -2 ഈക്വൽ ടു 0 എന്നിടണം. അതുകൊണ്ട് ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈക്വൽ ടു 2 എന്നിട്ടു. വി തെവനിൻ കോമൺ ആയിട്ട് എടുക്കുന്നു. 1/10, നെക്സ്റ്റ് 1/5 ആണ്. 1/5നെ ഞാൻ 2/10 ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നു. റൈറ്റ്, ഈക്വൽ ടു 2 -10/10. സോ +1. That means VThevenin into 3/10 equal to 3 or VThevenin equal to 10. 10 വോൾട്ട് ആയിട്ട് VThevenin കിട്ടി. റൈറ്റ്, നെക്സ്റ്റ് RThevenin കാൽക്കുലേറ്റ് ചെയ്യാം. RThevenin കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സോഴ്സസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കണം. സോ 2 ആംപിയർ കറണ്ട് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. വോൾട്ടേജ് സോഴ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. സോ ഇവിടെ ഉണ്ടായിരുന്ന കറണ്ട് സോഴ്സ് ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാനത് വരയ്ക്കാത്തത്. 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷോർട്ടായി. പിന്നീട് ഒരു 5 ohm ഉണ്ട്. സോ 10 പാരലൽ 5 ആണ് തെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. 10 പാരലൽ 5 എന്ന് വെച്ചാൽ 10 × 5 ബൈ 10 + 5 15, 50/15, ദാറ്റ് ഈസ് 3.33 ohm ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും.
സോ ഇനി ഇതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് നമുക്കിപ്പം വരയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. തെവനിൻ വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത 10 വോൾട്ടായിട്ട് വന്നു. നെക്സ്റ്റ് തെവനിൻ റെസിസ്റ്റൻസ് 3.33 ആയിട്ട് വന്നു. നെക്സ്റ്റ് ഒരു 1 ഓം, റൈറ്റ്, 1 ഓമിലൂടെ ഉള്ള പവർ ലോസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. പവർ ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം പവർ ഈക്വൽ ടു I²R ആണ്, റൈറ്റ്. I²R അല്ലെങ്കിൽ V²/R ആണ്. എനിവേ ഞാൻ I²R എടുക്കുകയാണ്. സോ ഇവിടെ കൂടെ പോകുന്ന കറണ്ട് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ കറണ്ട് I ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് 4.33, റൈറ്റ്. സോ കറണ്ട് 10/4.33 സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 5.33 വാട്ടായിട്ട് ഒബ്റ്റെയിൻ ചെയ്യും, റൈറ്റ്. സോ ഓർക്ക് ഇത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വളരെ നമുക്ക് എളുപ്പം സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ ആയിരുന്നു. നെക്സ്റ്റ്, ഫൈൻഡ് ദ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു കോസ് ക്യൂബ് 3t ആൻഡ് എഫ് ഓഫ് ടി ഈക്വൽ ടു 1 - e⁻t/t. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടാണ് ഇതും ചോദിച്ചിരുന്നത്. സോ ഫസ്റ്റ് വൺ ഞാൻ ചെയ്യുകയാണ്. കോസ് ക്യൂബ് 3t ഡയറക്റ്റായിട്ടൊരു ഫോർമുലയില്ല, ബട്ട് കോസ് ക്യൂബ് 3tനെ നമുക്കൊന്ന് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്കറിയാം കോസ് ക്യൂബ് തീറ്റ ഈക്വൽ ടു 3 കോസ് തീറ്റ പ്ലസ് കോസ് 3θ/4, റൈറ്റ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് 3 കോസ് തീറ്റയ്ക്ക് പകരം 3t ആണ്. സോ 3 കോസ് 3t പ്ലസ് കോസ് 3 ഇൻറ്റു 3t, ദാറ്റ് ഈസ് 90, റൈറ്റ്. 90/4, റൈറ്റ്. സോ ഇനി ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് എടുക്കാൻ പറ്റും. 3 ഇൻറ്റു കോസ് 3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് s/s² പ്ലസ് 3² ആണ്, റൈറ്റ്. അപ്പം ഈ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ആയി. പ്ലസ് നെക്സ്റ്റ് കോസ് 90യുടെ ആകുമ്പം എഗെയിൻ s/s² പ്ലസ് 9², റൈറ്റ്, ഡിവൈഡഡ് ബൈ 4. സോ അത് നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 3s/s² പ്ലസ് 3² ഈസ് 9 പ്ലസ് s/s² പ്ലസ് 81/4, റൈറ്റ്. നെക്സ്റ്റ് സെക്കൻഡ് വണ്ണിൽ എഫ് ഓഫ് ടി ഈക്വൽ ടു 1 - e⁻t/t ആണ്. ഇത് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഈക്വൽ ടു ഇൻ്റഗ്രൽ s ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ds ആണ്, റൈറ്റ്. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് ടിയുടെ, അതായത് ഈ ഒരു പോർഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമാണ്. സോ ആ പോർഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ വണ്ണിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം അല്ലെങ്കിൽ യു ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. e⁻t യുടെ 1/s+1 ആണ്. സോ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, റൈറ്റ്. സോ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, റൈറ്റ്. ഇൻ്റഗ്രൽ s ടു ഇൻഫിനിറ്റി ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 1/s - 1/s+1 ds. സോ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/s എന്ന് പറയുന്ന ലോഗസ് ആണ്. ലോഗസ് മൈനസ് 1/s+1 ആകുമ്പോൾ ലോഗ് s+1 ആണ്. സോ ഇത് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ലോഗ് ഓഫ് s/s+1, റൈറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. എ കണ്ടിന്യൂസ് LTI സിസ്റ്റം ഈസ് ഇനിഷ്യലി റിലാക്സ്ഡ് ആൻഡ് റെപ്രസെൻറ്റഡ് ബൈ y′' plus 3y′ plus 2y equal to 2 into x of t. Using Laplace transform, find transfer function, റൈറ്റ്. സോ അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഹെൽപ്പോട് കൂടി ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം y/x ആണ്, റൈറ്റ്. അപ്പം അതിനുവേണ്ടി ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോംസ് അപ്ലൈ ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുമ്പം y′' എന്ന് പറയുന്നത് d² y/dt² എന്നാണ് അതിൻ്റെ മീനിങ്. സിമിലർലി ബാലൻസ് ഉള്ളത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് s² ഇൻറ്റു y/s പ്ലസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 3 ഇൻറ്റു s y/s പ്ലസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 ഇൻറ്റു y/s ഈക്വൽ ടു 2 ഇൻറ്റു x/s. ജസ്റ്റ് ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പാർട്ട് കഴിയും. y/s ഞാൻ കോമൺ ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് മീൻസ് s² പ്ലസ് 3s പ്ലസ് 2 ഈക്വൽ ടു 2 ഇൻറ്റു x/s. സോ അതിൽ നിന്ന് y/x/s അതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 3s പ്ലസ് 2, റൈറ്റ്. സോ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മളിപ്പം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞു.
ഇനി സെക്കൻഡ് പാർട്ടിൽ ഫൈൻഡ് എ റെസ്പോൺസീവ് സിസ്റ്റം ഫോർ എക്സ് ഓഫ് ടി ഈക്വൽ ടു 4 ഇൻറ്റു ഇ റേസ് ടു -3t. സോ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇൻപുട്ട് ഫംഗ്ഷൻ ഇവിടെ തരുന്നുണ്ട് എക്സ് ഓഫ് ടി. അപ്പം അതിനെയും ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യും. സോ അതിനുവേണ്ടി ഈ തന്നിരിക്കുന്ന എക്സ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുകയാണ്. അതായത് എക്സ് ഓഫ് എസ് ഞാൻ എടുക്കുകയാണ്. 4 ഇ റേസ് ടു -3tയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്ന 4 ഇൻറ്റു 1/s+3 അല്ലെങ്കിൽ 4/s+3 എന്ന് കിട്ടി. സോ നമുക്ക് വൈ ഓഫ് എസ് ഈ സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് റെസ്പോൺസ് എസ് ഡൊമൈനിൽ ഞാൻ മാർക്ക് ചെയ്യണം. അതായത് ഈ ഫംഗ്ഷൻ ഇൻറ്റു ഈ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 4 ഇൻറ്റു 2 ഈസ് 8 ഡിവൈഡഡ് ബൈ s+3, റൈറ്റ്, s+3. ഇനി ഇതിനെ ഞാൻ പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഫോമിൽ എടുക്കുകയാണ്. ദാറ്റ് മീൻസ് s+2 ഇൻറ്റു s+1, റൈറ്റ്. അതാണ് ഇവിടെ തന്നിരിക്കുന്ന s² + 3s+2, റൈറ്റ്. സോ ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. അപ്പം അതിനുവേണ്ടി k1/s+3 പ്ലസ് k2/s+2 പ്ലസ് k3/s+1 ആയിട്ട് ഞാൻ ഇത് മാർക്ക് ചെയ്യുകയാണ്. ഇനി k1, k2, k3 ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ k1 ഈക്വൽ ടു s ഈക്വൽ ടു -3. ഈ എക്സ്പ്രഷൻ്റെ ബാലൻസ് വരുന്ന ഈ ടേംസിന് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക, റൈറ്റ്. s ഈക്വൽ ടു -3 ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ -3 പ്ലസ് 2 ഇൻറ്റു -3 പ്ലസ് 1. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് -1 ഇൻറ്റു -2, ദാറ്റ് ഈസ് 2 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. 8/2 ഈസ് 4, റൈറ്റ്. സോ k1 ഈക്വൽ ടു 4 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു, റൈറ്റ്. സിമിലർലി നമുക്ക് k2 ചെക്ക് ചെയ്യാം. k2 ചെക്ക് ചെയ്യാൻ വേണ്ടി s ഈക്വൽ ടു -2 കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുക. s ഈക്വൽ ടു -2. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നതിനടുത്ത്, അതായത് ഇത് വിട്ട് ബാലൻസ് ഉള്ള കോമ്പിനേഷൻസിനകത്ത് അപ്ലൈ ചെയ്യുക, റൈറ്റ്. s ഈക്വൽ ടു -2 വിട്ട് ബാലൻസ് ഉള്ള കോമ്പിനേഷൻസിൽ അപ്ലൈ ചെയ്യുക. സോ ദാറ്റ് ഇംപ്ലൈസ് 8 ഡിവൈഡഡ് ബൈ -2 അപ്ലൈ ചെയ്യുമ്പോൾ -2 + 3 ഈസ് 1 ഇൻറ്റു -2 + 1 ഈസ് -1. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് -8 ആയിട്ട് വന്നു, റൈറ്റ്. നെക്സ്റ്റ് k3 ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി k3 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ s ഈക്വൽ ടു -1 ഒഴിച്ച് ബാലൻസ് ഉള്ള ടേമിൽ, റൈറ്റ്. അതായത് ഈ രണ്ട് ടേമുകളിൽ അപ്ലൈ ചെയ്യുക. സോ s ഈക്വൽ ടു -1 അപ്ലൈ ചെയ്യുമ്പോൾ -1 + 3, -1 + 3 എന്ന് പറയുമ്പോൾ 2 കിട്ടി. 2 ഇൻറ്റു അഗെയിൻ -1 + 2, അതായത് 1 കിട്ടി. സോ 8/2 ഈസ് 4. സോ k3 എന്ന് പറയുന്നത് 4 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു, റൈറ്റ്. സോ ഇനി നമുക്ക് ഇത് കറസ്പോണ്ടിംഗ്ലി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാം. അതാണ് ഫൈനൽ ആൻസർ. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് k1ൻ്റെ സ്ഥാനത്ത് ഞാനിവിടെ 4 അപ്ലൈ ചെയ്തു. k2ൻ്റെ സ്ഥാനത്ത് എനിക്ക് കിട്ടിയത് -8 ആണ്. k3യുടെ സ്ഥാനത്ത് എനിക്ക് കിട്ടിയത് 4 ആണ്. സോ 4/s+3യുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 4 ഇൻറ്റു ഇ റേസ് ടു -3t. u ഓഫ് ടി ഞാൻ അവസാനം ഒരുമിച്ച് എഴുതാം. നെക്സ്റ്റ് -8 1/s+2ൻ്റെ ഇ റേസ് ടു -2t. നെക്സ്റ്റ് പ്ലസ് 4 ഇൻറ്റു 1/s+1ൻ്റെ ഇ റേസ് ടു -t, ഓൾ u ഓഫ് ടി, റൈറ്റ്. സോ y ഓഫ് ടി ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. എ സീരീസ് RLC സർക്യൂട്ട് വിത്ത് R ഈക്വൽ ടു 100 ohm, L ഈക്വൽ ടു 0.1 Henry, C ഈക്വൽ ടു 40 microfarad ഹാസ് എ DC വോൾട്ടേജ് ഓഫ് 200 volt അപ്ലൈഡ് അറ്റ് t ഈക്വൽ ടു 0. ഫൈൻഡ് ദ ട്രാൻസിയൻറ്റ് കറണ്ട്. സോ ഇതിനെ കറസ്പോണ്ടിങ് നമ്മളൊന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ആറിൻ്റെ വാല്യൂ തരുന്നത് 100 ohm. നെക്സ്റ്റ് ഇൻഡക്ടറിൻ്റെ വാല്യൂ തരുന്നത് 0.1 Henry. സിമിലർലി കപ്പാസിറ്ററിൻ്റെ വാല്യൂ തരുന്നത് 40 microfarad. ഇതിനെ ഒരു DC വോൾട്ടേജ് 200 volt DC അപ്ലൈ എന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 200 volt DCനെ t ഈക്വൽ ടു 0 അപ്ലൈ എന്ന് പറയുന്നുണ്ട്. ഞാൻ 200 u ഓഫ് ടി ആയിട്ട് ഞാൻ ഇത് മാർക്ക് ചെയ്തു, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടെ പോകുന്ന ട്രാൻസിയൻറ്റ് കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്, റൈറ്റ്. അപ്പം ഇതിൽ കൂടെ പോകുന്ന കറണ്ടിൽ ട്രാൻസിയൻറ്റ് പാർട്ടും കാണും, ഡെഫിനറ്റ്ലി സ്റ്റഡി സ്റ്റേറ്റ് പാർട്ടും കാണും. സോ ഇനി ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി ഡൊമൈൻ ഇക്വലൻറ്റ് ഫിഗറും കൂടെ നമുക്കൊന്ന് വരയ്ക്കാം. 100ന് മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇനിഷ്യൽ കേസുകളൊന്നും ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇനിഷ്യലി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇൻഡക്ടർ ഫ്രീക്വൻസി ഡൊമൈനിൽ വരുമ്പോൾ SL എന്നാണ്, അതായത് 0.1 S ആയിട്ട് വരും. സിമിലർലി കപ്പാസിറ്റർ എന്ന് പറയുന്നത് 1/SC ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 1/SC ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. 1/SC എന്ന് പറയുമ്പോൾ 1/S ഇൻറ്റു C ഈസ് ക്വസ്റ്റിന് തരുന്നത് 40 microfarad എന്നാണ്. സോ 40 ന്യൂമറേറ്റർ സൈഡിൽ 10⁻⁶, റൈറ്റ്. സോ 1/40 എന്ന് പറയുന്നത് 0.025 ആണ്, റൈറ്റ്. 0.025/S എന്ന് വരും, അല്ലെങ്കിൽ 25/S ഇൻറ്റു 10⁻³ റൈറ്റ്. സോ അപ്പോൾ ഇതിനെ ഞാൻ
25 ഇൻറ്റു 10⁻³ ബൈ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇനി ഇവിടെ കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I(s) ആയിട്ട് മാർക്ക് ചെയ്തു. സോ ഇനി ക്രിച്ചോസ് വോൾട്ടേജ് ലോ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. 200/s ഈക്വൽ ടു കറണ്ട് I(s) ആണ്. I(s) കോമൺ ആയിട്ട് എടുക്കാം. സോ 100 പ്ലസ് നെക്സ്റ്റ് 0.1s പ്ലസ് നെക്സ്റ്റ് 25 ഇൻറ്റു 10⁻³ ബൈ എസ്. റൈറ്റ്. ഇനി ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് I(s) ഈക്വൽ ടു I(s) ഞാനിവിടെ റീറ്റെയിൻ ചെയ്യാണ്. ഈ പോർഷൻ ഡിനോമിനേറ്റർ സൈഡിലോട്ട് വരുന്നു. ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ എസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ആണ്. 100s പ്ലസ് 0.1s² പ്ലസ് 25 ഇൻറ്റു 10⁻³ റൈറ്റ്. ഇനി എപ്പോഴും ഹയസ്റ്റ് പവർ ഓഫ് എസ് വരുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് യൂണിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇവിടെ 0.1 ആണ്. സോ 10 കൊണ്ടുവന്ന് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 200 എന്ന് പറയുന്നത് 2000 ആയി. 2000 ഡിവൈഡഡ് ബൈ ഓർഡറിൽ അറേഞ്ച് ചെയ്തും കൂടെ എഴുതുകയാണ്. S² പ്ലസ് 1000s പ്ലസ് 25 ഇൻറ്റു 10⁻³ ഇൻറ്റു 10 ദാറ്റ് ഈസ് 25 ഇൻറ്റു 10⁻⁴. സോ ഈ ഡിനോമിനേറ്റർ സൈഡ് ഇപ്പോൾ ഉള്ളത് S² പ്ലസ് 1000s പ്ലസ് 25 ഇൻറ്റു 10⁻⁴ ആണ്. എനിക്കിതിനെ എസ് പ്ലസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ എനിക്ക് ഡയറക്റ്റ്ലി ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കാൻ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ എനിക്കിതിനെ എസ് പ്ലസ് 500 ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിൽ ഞാൻ ഡിനോട്ട് ചെയ്യുകയാണ്. സോ എസ് പ്ലസ് 500 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ S² പ്ലസ് 2 ഇൻറ്റു 500 ദാറ്റ് ഈസ് 2 ഇൻറ്റു 500 ഇൻറ്റു എസ് ദാറ്റ് ഈസ് 1000s പ്ലസ് 500 പ്ലസ് ഇവിടെ ഈ 25 ഇൻറ്റു 10⁻⁴ ഉണ്ട്. അതിനോടൊപ്പം ഇതിൻ്റെ സ്ക്വയർ എനിക്ക് സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് മൈനസ് ഈ 500ൻ്റെ സ്ക്വയർ കൊണ്ടൊന്ന് സബ്ട്രാക്ട് ചെയ്യണം. 500ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 250 ഇൻറ്റു 10⁻³ ആയിട്ട് വരും. റൈറ്റ്. സോ 25 ഇൻറ്റു 10⁻⁴ മൈനസ് 250 ഇൻറ്റു 10⁻³ എന്ന് പറയുന്നത് 0 ആണ്. സോ അതുകൊണ്ട് തന്നെ ഇത് എസ് പ്ലസ് 500 ദ ഹോൾ സ്ക്വയർ ആയിട്ട് തന്നെ ഡിനോട്ട് ചെയ്യാം. സോ ഈ ഫംഗ്ഷനെ എനിക്ക് 2000 ബൈ എസ് പ്ലസ് 500 ദ ഹോൾ സ്ക്വയർ ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. നമുക്കറിയാം 1/s പ്ലസ് എയുടെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം e⁻−at u ആണ്. റൈറ്റ്. അപ്പം 1/s പ്ലസ് എയുടെ ഹോൾ സ്ക്വയർ ആണെങ്കിലോ t e⁻−at u ആണ്. അപ്പം അതിൻ്റെ അർത്ഥം I(s) ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഫോമിലാണ്. അപ്പോൾ അതിൽ നിന്ന് I(t) സ്മോൾ I(t) ഈക്വൽ ടു 2000 കോൺസ്റ്റൻ്റ് ആണ് 2000 t e⁻−500t u. അതായിരിക്കും ഫൈനൽ ആൻസർ. റൈറ്റ്. നെക്സ്റ്റ് 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഇത് ചോദിച്ചിരുന്നത്. എ 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഹാസ് ആൻ ഇനിഷ്യൽ ചാർജ് Q0 equal to 0.002 coulombs is connected in series with 200 ohm across 50 volt supply at t equal to 0. Find the transient current. സോ നമുക്കിതിൻ്റെ ഇക്വലൻറ്റ് ഫിഗർ വരയ്ക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ ഞാൻ ഈ ഫോമിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ വാല്യൂ നമുക്ക് എസ് ഡൊമൈനിൽ തന്നെ വരയ്ക്കാം. എസ് ഡൊമൈനിൽ 1/s c എന്ന് പറയുന്നത് 100 മൈക്രോഫാരഡ് ആണ്. സോ എസ് ഇൻറ്റു 100 ഇൻറ്റു 10⁻⁻6 റൈറ്റ്. ഇനി ഇതിനൊരു ഇനിഷ്യൽ ചാർജ് പറയുന്നുണ്ട്. ഇനിഷ്യൽ ചാർജ് പറയുന്നത് കൊണ്ട് തന്നെ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കപ്പാസിറ്റർ വിത്ത് ഇനിഷ്യൽ ചാർജ് വരുന്ന കേസുകളിൽ, അതായത് ഇങ്ങനെ ഇരിക്കുന്നൊരു കപ്പാസിറ്റർ അതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിൽ കൺവേർട്ട് ചെയ്തപ്പോൾ നേരത്തെ മാർക്ക് ചെയ്ത് എനിക്ക് 1/s വന്നു. സിമിലർലി അതിനോടൊപ്പം ഒരു വോൾട്ടേജ് സോഴ്സ് വരും. വോൾട്ടേജ് സോഴ്സിൻ്റെ പൊളാരിറ്റി പ്ലസ് നെഗറ്റീവായിട്ടായിരിക്കും. റൈറ്റ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇനിഷ്യൽ വോൾട്ടേജ് ബൈ എസ് ആയിരിക്കും. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ വോൾട്ടേജ് എന്താണെന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ തരുന്നത് ഇനിഷ്യൽ ചാർജാണ്. Q0 തരുന്നത് 0.002 കൂളംസ് എന്നാണ്. റൈറ്റ്. Q അതായത് ചാർജ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് ഇൻറ്റു വോൾട്ടേജ് ആണെന്ന് നമുക്കറിയാം. സോ അതിൽ നിന്ന് ഇനിഷ്യൽ വോൾട്ടേജ്, റൈറ്റ്, ഇനിഷ്യൽ വോൾട്ടേജ് ഈക്വൽ ടു Q ഇനിഷ്യൽ ചാർജ് ബൈ കപ്പാസിറ്റൻസ്. ഇനിഷ്യൽ ചാർജ് 0.002 ആയിട്ട് മെൻഷൻ ചെയ്തു. കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരുന്നുണ്ട് 100 മൈക്രോഫാരഡ്. സോ 100 ഇൻറ്റു 10⁻⁶ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2000/100 ഓർ ഇനിഷ്യൽ വോൾട്ടേജ് ഈക്വൽ ടു 20 വോൾട്ടായിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. റൈറ്റ്. ഇനിഷ്യൽ വോൾട്ടേജ് 20 വോൾട്ടായിട്ട് വന്നു. അപ്പം ഈ ഫിഗറിൽ ആ ഒരു 20 വോൾട്ട് ഞാനിവിടെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാണ്. എഗെയിൻ അതിൻ്റെ സൈൻ ചെക്ക് ചെയ്യുക, പ്ലസ് നെഗറ്റീവ്. റൈറ്റ്. അത് 20 വോൾട്ട് 20/s. റൈറ്റ്. 20/s. സോ ഇപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ട് വരച്ചു. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 200 ഓം
റെസിസ്റ്റർ ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, റൈറ്റ്. 200 ഓം റെസിസ്റ്റർ അക്രോസ് എ 50 വോൾട്ട് സപ്ലൈ, റൈറ്റ്. അപ്പോൾ ഒരു 50 വോൾട്ട് സപ്ലൈക്ക് അക്രോസ് ആയിട്ട് ഞാനിത് കണക്ട് ചെയ്തു, പ്ലസ് നെഗറ്റീവ് 50 വോൾട്ട്, റൈറ്റ്. സോ ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ആ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ I(S) ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇനി ജസ്റ്റ് ക്രിച്ചോസ് വോൾട്ടേജിലോ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ദാറ്റ് ഈസ് 50 വോൾട്ട് ഫ്രീക്വൻസി ഡൊമൈനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 50/S ആയിട്ട് മാറും, റൈറ്റ്. സോ 50/S ഈക്വൽ ടു I(S) കോമൺ ആയിട്ട് ഞാൻ എടുക്കുകയാണ്. I(S) ഇൻറ്റു കപ്പാസിറ്റൻസിൻ്റെയാണ് 100 × 10⁻⁻6 അല്ലെങ്കിൽ 10⁴, റൈറ്റ്. 10⁴/S ആയിട്ട് ഡിനോട്ട് ചെയ്യാം. പ്ലസ് അടുത്ത I(S) വരുന്നത് 200 ഓമിലാണ്, 200. ഇനി അതിനോടൊപ്പം ഒരു ഇനിഷ്യൽ വോൾട്ടേജ് ഉണ്ടായിരുന്നു 20/S, റൈറ്റ്. 50. ഇനി ഈ 20/S ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റുകയാണ്. 50 - 20 ഈസ് 30/S ഈക്വൽ ടു I(S) ഇൻറ്റു S കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ S 10⁴ പ്ലസ് 200S. എസും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് I(S) ഈക്വൽ ടു 30/200S പ്ലസ് 10⁴. നമുക്കറിയാം ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ എസിൻ്റെ കോയിഫിഷ്യൻറ്റ്, ഹയസ്റ്റ് പവർ ഓഫ് എസിൻ്റെ കോയിഫിഷ്യൻറ്റ് യൂണിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ദാറ്റ് മീൻസ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 200 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. സോ S പ്ലസ് 10⁴/200. 10⁴ എന്ന് പറയുമ്പോൾ 10, 100, 1000, 10,000. 10,000/200. ദാറ്റ് ഈസ് 100/2 ഈസ് 50, റൈറ്റ്. സോ ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. 30/200 എന്ന് പറയുന്നത് 3/20, അതൊരു കോൺസ്റ്റൻ്റ് ആണ്. 1/S പ്ലസ് എയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം e⁻⁻t ആണ്. സോ ഇവിടെ e⁻⁻50t, റൈറ്റ്, u(t). ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഫിഗറിൽ വേരിയേഷൻ വരും. സാധാരണ ഇങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസിൽ എല്ലാത്തിലും ഫിഗർ തന്നിട്ടാണ് സോൾവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഹാസ് ആൻ ഇനിഷ്യൽ ചാർജ് Q0 = 0.002 coulombs ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് 200 ഓം അക്രോസ് 50 വോൾട്ട് സപ്ലൈ at t = 0 എന്നാണ്. അപ്പം ഇതിൽ ഒരു രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ 200 ഓമിന് അക്രോസ് 50 വോൾട്ട് വെച്ച് വരച്ചും ഇൻ്റർപ്രറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ 3 എലമെൻറ്റ്സും കപ്പാസിറ്റൻസും സിമിലർലി റെസിസ്റ്റൻസും സിമിലർലി ഈ വോൾട്ടേജ് സോഴ്സും പാരലായിട്ട് വരും. ബട്ട് എനിവേ ഇത് അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പോകാൻ സാധ്യത വളരെ കുറവാണ്, കാരണം അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് ഞാനിത് കറസ്പോണ്ടിംഗ്ലി ഒരു 100 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അതിനോടൊപ്പം സീരീസ് ആയിട്ട് 200 ഓം കണക്ട് ചെയ്യും. അത് ടോട്ടൽ അക്രോസ് വിത്ത് 50 വോൾട്ട് സപ്ലൈ ആയിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, റൈറ്റ്. സോ നെക്സ്റ്റ് I(S) ഈക്വൽ ടു 20 × S plus 5 divided by S² plus 5S plus 6. Find the poles and zeros and hence obtain the pole zero plot. ഇതൊരു 7 മാർക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരുന്നത്, റൈറ്റ്. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. പോൾസും സീറോസും കാൽക്കുലേറ്റ് ചെയ്യാനും സിമിലർലി പോൾ സീറോ പ്ലോട്ട് ഒബ്റ്റെയിൻ ചെയ്യാനും വളരെ എളുപ്പമുള്ളതാണ്. സീറോസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ പാർട്ട് ഈക്വൽ ടു 0 ചെയ്യുക. സോ S + 5 = 0 ഇംപ്ലൈസ് S = -5. സിമിലർലി പോൾസ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ പാർട്ട് ഈക്വൽ ടു 0 ചെയ്യുക, അതായത് S² + 5S + 6 = 0. ഈ S² + 5S + 6നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം. S + 2 × S + 3. സോ S = -2 ആൻഡ് -3യിലായിട്ടാണ് പോൾസ് ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പോൾ സീറോ പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി സിഗ്മ J⍵ ആക്സിസ്, പലരും ഇതൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്. സിഗ്മ J⍵ ആക്സിസ് എസ് പ്ലെയിൻ എന്ന് തന്നെ മാർക്ക് ചെയ്യണം. ഈ എസ് പ്ലെയിനിൽ പോൾ ലൈ ചെയ്യുന്നത് S = -2. ആദ്യം വരുന്നത് ഒരു പോളാണ്, -2-ലൊരു പോൾ വന്നു, നെക്സ്റ്റ് -3-ൽ അടുത്തൊരു പോൾ വന്നു, 0 വരുന്നതോ S = -5-ലാണ്, റൈറ്റ്. ഈ സിസ്റ്റം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും, കാരണം പോൾസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഹാഫ് ഓഫ് ദി എസ് പ്ലെയിനിൽ ലൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു അനദർ 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. എച്ച് മെട്രിക്സ് തന്നിട്ടുണ്ട്. H11, H12, H21, H22 തന്നിട്ടുണ്ട്. ഫൈൻഡ് Z പാരാമീറ്റേഴ്സ് ആൻഡ് ഹെൻസ് ഡ്രോ ഇറ്റ്സ് ഈക്വലൻറ്റ് സർക്യൂട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെടുന്നത്. സോ നമുക്ക് ആദ്യം H പാരാമീറ്റേഴ്സ് തരുന്നുണ്ട്. H മെട്രിക്സ് എഴുതാം. V1 = H11 I1 + H12 V2, റൈറ്റ്. സിമിലർലി I2 = H21 I1 + H22 V2. അതിനോടൊപ്പം ഞാൻ ഈ സൈഡിൽ ഇസെറ്റ് മെട്രിക്സിലാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇസെറ്റ് മെട്രിക്സിൻ്റെ ഇസെറ്റ് ഇക്വേഷൻസ് എഴുതുകയാണ്. V1 = Z11 I1 + Z12 I2 ആൻഡ് സിമിലർലി V2 = Z21 I1 + Z22 I2. Z21 I1 + Z22 I2. സോ ഇത് നോക്കുമ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ
ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് എപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ഫോമിൽ വരുന്നതാണ്. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് I1 V2 ആണ്. ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റേഴ്സ് I1 I2 ആണ് താനും. സോ I1 = 0 ആക്കുമ്പം നമുക്ക് ബാലൻസ് V1 V2 I1 V1 V2 I2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ റേഷ്യോസ് എടുക്കുമ്പോൾ നമുക്ക് ഇതിലെയും ഒരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, Z പാരാമീറ്റേഴ്സിൻ്റെ 2 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അതായത് ഞാൻ പറഞ്ഞു വന്നത് I1 = 0 ആക്കാം. I1 = 0 ആകുമ്പോൾ ഈ എക്സ്പ്രഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. V1 = H12 V2 ആൻഡ് സിമിലർലി I2 = രണ്ടാമത്തെ എക്സ്പ്രഷനാണിത്, I2 = H22 V2. സിമിലർലി നമുക്ക് ഈ ഒരു പോർഷനിൽ I1 = 0 ആക്കാം. I1 = 0 ആകുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് V1 = Z12 I2 ആൻഡ് V2 = Z22 I2. അതിൽ നിന്ന് Z12 കണ്ടുപിടിക്കാനുള്ളത് V1/I2 ആണ്. റൈറ്റ്. സിമിലർലി Z22 എന്ന് പറയുന്നത് V2/I2 ആണ്. റൈറ്റ്. അപ്പോൾ I1 = 0 ആക്കി വെച്ചിരിക്കുകയാണ്. V1/I2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് Z12 ആണ്. സോ V1/I2 ഇവിടെ നിന്ന് ഞാൻ എടുക്കുകയാണ്. V1/I2 = ഈ ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ ഇത്, ദാറ്റ് ഈസ് H12/H22. H12/H22 ആണ് നമുക്ക് കറസ്പോണ്ടിംഗ്ലി Z12 ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അത് നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. H12 എന്ന് പറയുന്നത് 2 × 10⁻³ ഡിവൈഡഡ് ബൈ H22. H22 എന്ന് പറയുന്നത് 150 × 10⁻⁶. റൈറ്റ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 13.33 Ω ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് ഓഫ് പാരാമീറ്റർ ഈ റേഷ്യോസിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് V2/I2 ആണ്. സോ ഇതിൽ നിന്ന് ഈ ഒരൊറ്റ എക്സ്പ്രഷൻ്റെ ആവശ്യമുള്ളൂ, ദാറ്റ് ഈസ് V2/I2 = 1/H22. സോ ഇൻവേഴ്സ് ഓഫ് H22 എടുത്താൽ മതി, ദാറ്റ് ഈസ് 10⁻⁶ ഡിവൈഡഡ് ബൈ 150. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പം 6.66 കിലോ ഓംസ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. സോ അപ്പം നമ്മൾ രണ്ടാമത്തെ ഒരു എലമെൻറ്റും കൂടെ കണ്ടുപിടിച്ചു. Z12 Z22 നമുക്കിപ്പോൾ ഒബ്റ്റെയിൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് Z11 ആൻഡ് Z21. ഇതിൽ Z11 കിട്ടണമെന്നുണ്ടെങ്കിൽ I2 = 0 ആയിരിക്കണം. റൈറ്റ്. I2 = 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ ഫസ്റ്റ് ഓഫ് ഓൾ I2 = 0 ആക്കാം. I2 = 0 എന്ന് പറയുന്നത് ഈ ഒരൊറ്റ എക്സ്പ്രഷനിലാണ് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ I2 = 0 ഇംപ്ലൈസ് H21 I1. റൈറ്റ്. ഈ എക്സ്പ്രഷനാണ് ഞാൻ പറയുന്നത്. H21 I1 = -H22 V2. റൈറ്റ്. ഇനി I2 = 0 ആക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള എലമെൻറ്റ്സ് നോക്കുമ്പം ഈ എക്സ്പ്രഷനാണ് ഞാനിപ്പോൾ നോക്കുന്നത്. V1/I1 = Z11. റൈറ്റ്. Z11 എക്സ്പ്രഷനാണ് എഴുതിയ. സിമിലർലി V2/I1 എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് വൺ ആയിട്ടുള്ള Z21. റൈറ്റ്. അപ്പം ഈ എക്സ്പ്രഷനിൽ V2/I1 നമുക്ക് ഡയറക്റ്റ്ലി തന്നെ ഇതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റും. I2 = 0 ആക്കിയിരിക്കുന്ന ഈ എക്സ്പ്രഷനിൽ നിന്ന് ഡയറക്റ്റ്ലി തന്നെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് V2/I1 = -H21/H22. സോ ഇതിൽ നിന്ന് Z21 നമുക്കിപ്പോൾ ഡയറക്റ്റ്ലി ഒബ്റ്റെയിൻ ചെയ്യും. V2/I1 ആണെന്ന് പറഞ്ഞു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. -H21 എന്ന് പറഞ്ഞാൽ -250 ഡിവൈഡഡ് ബൈ H22. H22 എന്ന് പറഞ്ഞാൽ 150 × 10⁻⁶. ന്യൂമറേറ്ററിൽ എത്തുമ്പോൾ 10⁻⁶ ആയിട്ട് മാറി. 10⁻⁻6 10⁻⁶ ആയിട്ട് മാറി. സോ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് -1.66 മെഗാ ഓം ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. -1.66 മെഗാ ഓം. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് V1/I1 at I2 = 0 ആണ്. സോ ഇപ്പോൾ ഈ രണ്ടാമത്തെ എക്സ്പ്രഷനിൽ നിന്ന് നമ്മൾ I2 = 0 ആക്കി V2/I1 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് V1/I1 ആണ്. സോ V2 ഞാൻ ഫസ്റ്റ് എക്സ്പ്രഷനിൽ V2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ കംപ്ലീറ്റ് V1 ആൻഡ് I1 ടേംസിലാകുകയും അതിൽ നിന്ന് V1/I1 കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. റൈറ്റ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ V2 = ഈ എക്സ്പ്രഷനെ ഒന്നുകൂടെ മാറ്റി എഴുതുകയാണ്. V2 = -I1 × H21/H22. റൈറ്റ്. ഇത് കൊണ്ടുവന്ന് ഞാൻ ഇനി ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് മീൻസ് V1 = H11 I1 + H12 × ഈ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് -I1 × H21/H22. സോ ഇതിൽ നിന്ന് വേണ്ടത് V1/I1 ആയിരുന്നു. അപ്പോൾ V1/I1
ഈക്വൽ ടു I1 ഇവിടെ കോമൺ ആയിട്ട് എടുത്തിരിക്കുകയാണ്. സോ H11 മൈനസ് H12 H21 ബൈ H22 ഇത് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. H11 എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് തന്നിരുന്ന 1.5 ഇൻറ്റു 10⁻³ മൈനസ് നെക്സ്റ്റ് H12 2 ഇൻറ്റു 10⁻³ H21 എന്ന് പറയുന്നത് 250 ആണ്. സോ 2 ഇൻറ്റു 250 ഈസ് 500 ഇൻറ്റു 10⁻³ ഓർ 0.5 റൈറ്റ് ഡിവൈഡഡ് ബൈ H22 എന്ന് പറയുന്നത് 150 ഇൻറ്റു 10⁻⁻6 ആണ്. ന്യൂമറേറ്റർ സൈഡിൽ 10⁻6 ആയിട്ട് 10⁻6 ആയിട്ട് ഡിനോട്ട് ചെയ്യാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് -1.83 കിലോ ഓം ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. സോ നമുക്ക് ആ ഇസഡ് മെട്രിക്സ് ഒന്ന് എടുത്ത് എഴുതാം. ഇസഡ് ഈക്വൽ ടു റൈറ്റ് Z11 കിട്ടിയത് -1.83 കിലോ ഓം. സിമിലർലി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Z12 നമുക്ക് ഒപ്റ്റെയിൻ ചെയ്ത 13.33 ഓം. Similarly, next one -1.6 mega ohm. Similarly, last one എന്ന് പറയുന്നത് Z22, that is 6.66 kilo ohm. Right? ഇതെല്ലാം ഓം കോമൺ ആയിട്ട് എടുക്കാം. റൈറ്റ്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ആൻസർ. സോ ഇതിനോടൊപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വലൻ സർക്യൂട്ടും കൂടെ പ്ലോട്ട് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഇസഡ് മെട്രിക്സ് ഈ ഫോമിലാണ് കിട്ടിയിരുന്നത്. ഞാൻ അത് ഒന്നുകൂടെ ഇസഡ് ഇക്വേഷൻ എഴുതുകയാണ്. V1 = Z11 I1 + Z12 I2 ആൻഡ് സിമിലർലി V2 = Z21 I1 + Z21 I1 + Z22 I2 ആണ്. സോ ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് V1 = Z11 I1 ആയതുകൊണ്ട് ഞാൻ ഫിഗർ വരയ്ക്കുമ്പം കറസ്പോണ്ടിങ്ങിന് ആദ്യം V = Z × I ആണ്. സോ ഇവിടെ വരുന്നത് എന്തായാലും Z11 ആവണം. കാരണം ഇവിടെ ഞാൻ V1 അപ്ലൈ ചെയ്യുന്നു, ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I1 ആണ്. സോ ഇത് Z11 I1. നെക്സ്റ്റ് വരുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആയിരിക്കും. അതിന് റീസൺ ഈ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് I2നെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സാണ്. എഗെയിൻ ഇത് ഒരു വോൾട്ടേജ് സോഴ്സ് ആയിരിക്കും. കാര്യം യൂണിറ്റ് വെച്ചിട്ട് ഇത് വോൾട്ടേജ് ആണെങ്കിൽ സം ചെയ്ത് വരുന്നതോ സബ്ട്രാക്ട് ചെയ്ത് വരുന്നതോ വോൾട്ടേജ് തന്നെ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ Z12 I2 ആയിരിക്കും. റൈറ്റ്. Z12 I2 ആണ് ആ വോൾട്ടേജിൻ്റെ വാല്യൂ. ഇനി നെക്സ്റ്റ് വരുന്ന എലമെൻറ്റ് എഗെയിൻ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പം 2' പോർട്ടിൽ നിന്ന് നോക്കുമ്പം 2' പോർട്ട് ഇതാണ്. ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് V2 ആണ്. സോ ഇവിടെ വരുന്ന ഇമ്പിഡൻസ് റൈറ്റ് ഈ വരുന്ന എലമെൻറ്റ് ഇമ്പിഡൻസ് ആയിരിക്കും. Z22 ആയിരിക്കും ഇതിൻ്റെ വാല്യൂ. സിമിലർലി ഇതിൻ്റെ വാല്യൂ Z21 I1. റൈറ്റ്. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒന്നും ഒരു ആവശ്യമുള്ള കേസല്ല ഇത്. കറസ്പോണ്ടിങ് ഇക്വേഷൻ ഞാൻ ഡയറക്റ്റ്ലി എഴുതിയാണ്. V1 = Z11 ഇത് Z11 ആണ്. Z11 × I1 പ്ലസ് ഇതിൻ്റെ യൂണിറ്റ് എന്തായാലും നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് വോൾട്ടേജ് സോഴ്സ് ആണ്. സോ Z12 × I2. റൈറ്റ്. സിമിലർലി ഔട്ട്പുട്ട് സൈഡ് നമ്മൾ നോക്കുമ്പോൾ V2 = ഇവിടെ കൂടെ പോകുന്ന കറണ്ട് I2 ആണ്. സോ V2 = Z21 I1 പ്ലസ് Z22 × I2. റൈറ്റ്. അപ്പോൾ ഇനി അത് കറസ്പോണ്ടിങ് ആ വാല്യൂ കൂടെ വേണമെങ്കിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ദാറ്റ് മീൻസ് ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ -1.83 K. സിമിലർലി ഈ വാല്യൂ Z12 എന്ന് പറയുന്നത് 13.33 I2. റൈറ്റ്. നെക്സ്റ്റ് വരുന്നത് Z21 ആണ്. Z22 എന്ന് പറയുന്നത് 6.66 K. Z21 എന്ന് പറയുന്ന പ്ലസ് നെഗറ്റീവ് -1.6 I1 -1.6 M I1. റൈറ്റ്. സോ ഇതാണ് എൻ്റെ ഫൈനലി കിട്ടുന്ന ഫിഗറായിട്ടും ഒപ്റ്റെയിൻ ചെയ്യുന്നത്. ഇത് I1. സിമിലർലി ഇത് I2. സോ ആൾമോസ്റ്റ് ഈ ഒരു ട്യൂട്ടോറിയൽ അതായത് 30-35 മിനിറ്റ് വന്ന ഈ ട്യൂട്ടോറിയൽ വഴി നമ്മൾ ഈ മാർക്കുകളെല്ലാം കൂടെ കൗണ്ട് ചെയ്യുമ്പം 62 മാർക്സാണ് നമ്മളിപ്പം സ്കോർ ചെയ്തിരിക്കുന്നത്. ബാലൻസ് ഇതിനകത്തുണ്ടായിരുന്നത് ബേസിക്കലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം 2019 സ്കീമിൽ നിന്ന് സ്കിപ്പായിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. റെസൊണൻസ് കപ്പിൾഡ് കോയിൽസിൻ്റെ ക്വസ്റ്റ്യൻസാണ്. സോ ഈ ഒരു ചെറിയൊരു ടൈമിൽ നമുക്ക് ഇത്രയും തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇത് മാക്സിമം പ്രാക്ടീസ് വഴി നിങ്ങൾക്ക് വളരെ എളുപ്പം തന്നെ മാർക്സ് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് മിനിമൽ ടൈമിൽ തന്നെ. സോ നെറ്റ്വർക്ക് തിയറിയുടെ മറ്റൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.